അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ബാക്കുവിൽ അസർബൈജാനിൽ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്ത ഐറ്റംസ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെയിൻലി ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ക്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. ഭയങ്കര ബഡ്ജറ്റ് ആയിട്ടുള്ള ഒന്നും ആവില്ല. അതെനിക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രാജ്യത്ത് പോയിട്ട് അതിൻ്റെ കുറച്ച് മെമ്മറി ആയിട്ട്. അപ്പം അങ്ങനെ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴത്തെയും പോലത്തെ എൻ്റെ സുവനീർ കളക്ഷൻ. നമ്മൾ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഇതുപോലത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടാവില്ല, മാഗ്നറ്റ്സ്, അതേപോലത്തെ സംഭവങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു 3-4 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നും ഓരോ വെറൈറ്റി ഐറ്റംസ് ആണ്. ഇത് വേറൊരു ഡിസൈനിൽ വരുന്നത്. നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് കാണണ്ടോന്ന് അറിയില്ല. അടുത്തത് ഇതുപോലെ തന്നെ ഒരു വിൻറ്റേജ് വൈബിൽ വരുന്ന, ആസ്തറ്റിക് വൈബിൽ വരുന്ന ഒരു സുവനീറാണ്. ഇതും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എല്ലാം ഞാൻ വെറൈറ്റി നോക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് കുറച്ച് ജ്വല്ലറി ഐറ്റംസ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഈ ക്യൂട്ടായിട്ടുള്ള കമ്മലാണ് കേട്ടോ. ഇത് ഗോൾഡ് പ്ലേറ്റിങ്ങിൽ വരുന്ന കമ്മലാണ്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. നല്ല ലുക്കുള്ള ഒരു കമ്മലാണ്. അപ്പം നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് വേറൊരു കമ്മലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ലോക്കായി പോയി കഴിച്ചു. ഓക്കെ, ഇതും ഒരു അടിപൊളി കമ്മലാണ്. ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്കൊരു വെറൈറ്റി തന്നെ. അതായത് ഒരു ഹാൻഡ്, ഒരു കയ്യിൽ ഒരു ഇവിളായി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു വെറൈറ്റി. കാരണം ഞാൻ അവിടുന്ന് സെലക്ട് ചെയ്തത് നോർമലി ദുബായിൽ കാണുന്ന പോലത്തെ ഐറ്റംസ് അല്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടുന്ന് അത് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. അവിടെ കുറച്ചും കൂടി ഓവർ പ്രൈസ്ഡ് ആണ് ഇങ്ങനത്തെ ജ്വല്ലറിക്ക് ആയിക്കോട്ടെ, എല്ലാത്തിനും കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയത്. ദുബായിൽ ഒരുപാട് ഷോപ്സിൽ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ടോട്ടലി UAE-ലോ അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യയിലൊന്നും ഞാൻ കാണാത്ത ഐറ്റംസ് ആണ്. ഇത് ഭയങ്കര രസമുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും കേട്ടോ. ഞാൻ ഇപ്പോൾ UAE-ലായതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എനിക്കിത് ഭയങ്കര യൂണീക്കായിട്ട് തോന്നി. ഇതൊരു വെറൈറ്റി പീസ് ഓഫ് ഇയറിങ്സ് ആണ്. ഇപ്പം നേരത്തെ കാണിച്ചത് ഇതും ആയിക്കോട്ടെ, ഭയങ്കര രസമുള്ള, നേരിട്ട് കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള അതുപോലെ തന്നെ വേറൊരു ക്യൂട്ടായിട്ടുള്ള ഇയറിങ്സ് ആണ്. ലയൺ പ്ലസ് എലിഫന്റ്, സോറി, രണ്ടും എനിമൽ പ്രിന്റിൽ വരുന്നതാണ്. ഇതിൽ ഹെഡ് വരുന്നത് ലയൻ്റെ ആണ്. അതിൽ കുറച്ച് ഡയമണ്ട് സ്റ്റോൺസ് ഒക്കെ പോലെയായിട്ട്. ഇത് ആന്റി ടെർണിഷ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള എലിഫന്റ്. അപ്പം എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എന്നെ അറിയുന്നവർക്കും അറിയാം ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു എന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന്. അപ്പം എൻ്റെയൊക്കെ എലിഫൻറ്റിൻ്റെ കുറേ കമ്മൽസ് കോളേജ് മുതലേ ഉണ്ട്. അപ്പം അതിലേക്ക് ഇതും കൂടെ ഒരു കളക്ഷനായി. അപ്പം ഇതാണ് അടുത്തത് ഞാൻ വാങ്ങിയത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയൊരു ടോയ് കാറാണ് കേട്ടോ. ഇത് ഞാൻ അവിടെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ജസ്റ്റ് 1 സെക്കൻഡ്. പിന്നെ ഇത് വേറൊരു ഫേവറേറ്റ് ആയിട്ടാണ്. അവിടുത്തെ നമ്മുടെ മണി ബോക്സ് എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ കുടുക്കാന്നാ പറയുക, പൈസ കൊടുക്ക, കാശ് കൊടുക്കാന്നൊക്കെ പറയും. ഇത് മന്നത്താണ് വരുന്നത്. ഇതിൽ 1000 മന്നത്തിൻ്റെയാണ്. അതിൽ നമ്മൾക്ക് ഇതിൽ എമൗണ്ട് ഇടുമ്പോൾ എന്താ പറയുക, അതിങ്ങനെ മാർക്ക് ചെയ്ത് പോവാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ AD അല്ലെങ്കിൽ INR യൂസ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാം. കാരണം നമുക്ക് എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വാങ്ങിക്കണമെന്ന് കുറേ നാളായി വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനിതും വാങ്ങിച്ചു. പിന്നെ ഇതുപോലെ തന്നെ ഒരു സ്പൈഡർമാൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡയറിയും സ്റ്റിക്കി നോട്ടും ആണ്. ഇതും ഞാനൊരു വെറൈറ്റി കണ്ടപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പം ഇതും വാങ്ങിച്ചു. പിന്നെ ഇങ്ങനത്തെ പോക്കറ്റ് ഡയറി. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഐറ്റംസിൽ വരുന്നതാണ്. ഇത് നമുക്കിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും നോട്ട്സോ കാര്യങ്ങളൊക്കെ ഓഫീസിലൊക്കെ പോകുന്നതല്ലേ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എന്തെങ്കിലും കണ്ടന്റൊക്കെ കിട്ടുകയാണെങ്കിൽ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടാറുണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇനി ഉപയോഗിക്കണം. അപ്പം ഇതൊരൈറ്റാണ്. പിന്നെ നമ്മൾ കുറച്ച് അധികം ഇത് നമ്മൾ ടീമിൽ പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിച്ചതാണ്. ഇത് അസർബൈജാനിലെ മെയിൻ ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ നോട്ട് ചെയ്തിട്ടുള്ള ഒരു പെന്നാണ്. ഇതിൽ അസർബൈജാനിലെ മെയിൻ സ്ഥലങ്ങൾ, ലാൻഡ് ഓഫ് ഫയർ, അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലാഗ്, അസർബൈജാൻ്റെ ഫ്ലാഗൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു കൺട്രി പോയ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പെന്ന് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു രസമല്ലേ. അങ്ങനെ ഇതെല്ലാം നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്നതാണ് കേട്ടോ.
പിന്നെ ഇത് ഞാൻ ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ്. അത് ഞാൻ കാണിക്കുന്നില്ല, അത് കുറേ ഉണ്ട്, കാരണം കുറേ ക്ലിപ്സ് കാര്യങ്ങളൊക്കെയാണ്. അത് ഓൾറെഡി ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഇതിലും ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു എന്തോ ഡോക്ടർ വൈറ്റിൻ്റെ ഡെന്റൽ ഡെയിലി വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ്. ഇതൊക്കെ ഞാൻ ചുമ്മാ കണ്ടപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ചതാണ്. യൂസ് ചെയ്തിട്ടൊന്നുമില്ല, നല്ലതാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ChatGPT-നോടൊക്കെ ചോദിച്ചിട്ട് റെഫറൻസ് എടുത്തിട്ട് മാത്രമേ ഇങ്ങനത്തെയൊക്കെ ഞാൻ യൂസ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് അതുപോലെ ഇതാ വേറൊരു മിനി ഡയറി ബാർബിയുടെ വരുന്നതും. ഇതും നമ്മുടെ ചെറിയ ചെറിയ നോട്ട്സ് ഒക്കെ എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് വേറൊരു മാജിക്കൽ പെന്നാണ്. അതായത് നിങ്ങളിപ്പോൾ ചിലപ്പോൾ മെയിനായിട്ട് കണ്ടിട്ടുണ്ടാവും. നമുക്കിത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് ഇത് മായ്ക്കാൻ പറ്റും. പെണ്ണ് ഐറ്റംസിൽ ഞാൻ അങ്ങനെ കാണുന്നത് വളരെ കുറവാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഇത് ഞാൻ എന്താ പറയുക വാങ്ങിച്ചു. ഇത് അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ആണ് ലിപ് ലൈനർ. ഇതൊക്കെ പിന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് എത്ര ഉണ്ടായാലും നമ്മൾ ക്രീസ് വരുന്ന സാധനങ്ങളാണല്ലോ. ഇത് ലിപ് ലൈനർ 09 പ്ലം വൈനിൽ വരുന്നതാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ട്രൈ ചെയ്തിട്ട് നിങ്ങളോട് പറയാം. ഇത് ഒരു അടിപൊളി ഓർഗാനിക് ലിപ്സ്റ്റിക് ആണ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടാണ്. അൾട്ടേറയുടെ ആണ് വരുന്നത് ബ്രാൻഡ്. ഭയങ്കര എന്താ പറയുക കളറാട്ടോ, റസ്റ്റി റെഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഭയങ്കര രസമുണ്ട് കാണാൻ, ഭയങ്കര ഇഷ്ടമായി. ഇട്ടിട്ടും ഭയങ്കര മോയ്സ്ചറൈസർ ആയിട്ട് തോന്നി. ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ അവിടുത്തെ ഒരു മാളിൽ പോയപ്പോൾ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ബ്രാൻഡാണ് കീക്കോ. അപ്പോൾ കീക്കോടെ തന്നെ ഞാൻ യൂസ് ചെയ്ത് തീർന്ന അതേ ഷെയ്ഡ് വീണ്ടും വാങ്ങിച്ചതാണ്. ഇതാ പുതിയൊരു ഷെയ്ഡ്, അതായത് ആ സെയിം ഷെയ്ഡ് പുതിയ പാക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ കുറേ ചോക്ലേറ്റ്സും ഉണ്ട്. ചോക്ലേറ്റ്സ് പിന്നെ നിങ്ങൾ യൂഷ്വലി കാണുന്നതല്ല, അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.